നമുക്കിപ്പോൾ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് ടൈം എടുക്കും അതിൽ പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ കൈൻഡ് ഓഫ് ലൈക്ക് ആയുർവേദമാണ്, പക്ഷെ റിസൾട്ട്സ് ഉണ്ടാവും, സമയമെടുക്കും, ഒരു ലോങ് അതെ, പ്രോസസ്. കുറച്ച് ചവിട്ടും ഇടിയൊക്കെ കൊള്ളേണ്ടി വരും നമ്മൾ തിരുമലൊക്കെ പോലെ കുറച്ച് സമയം എടുക്കും, നമുക്ക് കുറച്ച് വർക്ക് കൂടുതലായിരിക്കും ലൈഫ് കോച്ചിങ്ങിന്. അതേസമയം ഇപ്പൊ നമ്മൾ NLPയിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പറയുന്നത് പോലെ ഹോമിയോപ്പത്തിക് മെഡിസിൻ പോലെ എന്ന് പറയാം, കുറച്ച് സ്വീറ്റ് ആണ്, നമുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത്ര കുറച്ച് ടൈം എടുത്തായിരിക്കും അതിന് റിസൾട്ട് വരുന്നത്, എന്നാൽ കുറച്ചുകൂടെ എളുപ്പമാണ് ചെയ്യാനായിട്ട് NLP എന്ന് പറയുന്ന കാര്യം. അതേസമയം ഇപ്പോൾ ഹിപ്നോതെറപ്പി ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് റിസൾട്ട്സ് ആണ്. നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്ന് നമ്മൾ പോയി ഒരു കോൾഡിന്റെ മെഡിസിൻ എടുക്കുന്നു, ഇപ്പോൾ അലോപ്പതിയിൽ നമ്മൾ നോർമലി ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നു, അതുപോലെയാണ് ഏകദേശം എന്ന് പറയാം ഹിപ്നോതെറപ്പി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു ഹിപ്നോതെറപ്പി സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതലും നമ്മൾ നോക്കുന്നത് എത്രത്തോളം ഇഷ്യൂ ഡീപ്പ് റൂട്ടഡ് ആണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറ്.